സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, അതായത് ലിവറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്ലൂട്ടാത്തയോൺ കുറഞ്ഞു വരാനുള്ള കാരണം എന്താണ്? നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ അളവ് കുറഞ്ഞു വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഒരു പ്രധാനപ്പെട്ട കാരണം ഏജിങ് ആണ്. അതായത് നമ്മൾ പ്രായമാകും തോറും നമ്മുടെ ശരീരത്തിൽ ഗ്ലൂട്ടാത്തയോണിൻ്റെ അളവ് കുറഞ്ഞു വരും. അതിൻ്റെ ഫലമായിട്ട് ശരീരത്തിൽ അല്ലെങ്കിൽ ചർമ്മത്തിൽ ചുളിവുകൾ വീഴുന്നു. അതിൽ കവിൾത്തടങ്ങളിലും നെറ്റിത്തടങ്ങളിലുമൊക്കെ കരിവാളിപ്പ് വീഴുന്നതും, അതുപോലെ ഇപ്പോൾ ഉള്ള പ്രായത്തേക്കാൾ കൂടുതൽ പ്രായം തോന്നുന്നതും എല്ലാം ഈ ഒരു ഗ്ലൂട്ടാത്തയോണിൻ്റെ അളവ് കുറഞ്ഞു വരുന്നത് കൊണ്ടാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം പോഷക ആഹാരക്കുറവാണ്. കലറി കുറഞ്ഞ ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ പ്രോട്ടീൻ ഒന്നും കൂടുതലായിട്ട് അടങ്ങാത്ത ഭക്ഷണങ്ങൾ കഴിക്കുക, ഇതൊക്കെ ഗ്ലൂട്ടാത്തയോണിൻ്റെ അളവ് കുറഞ്ഞു വരാനുള്ള ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെയാണ് പല ചെറുപ്പക്കാരിലും ഗ്ലൂട്ടാത്തയോണിൻ്റെ അളവ് കുറഞ്ഞു വരുന്ന കാരണം. അനാരോഗ്യകരമായ ഭക്ഷണശൈലിയും അതുപോലെ തന്നെ ജീവിതശൈലിയും, അതായത് ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈല് ആയിട്ട്, അതായത് നമ്മുടെ അധികം എക്സസൈസുകളൊന്നുമില്ലാതെ മിക്ക ജോലികളും കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലേക്ക് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു നമുക്ക് അധികം മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മുമ്പോട്ട് പോകുന്നതും ഗ്ലൂട്ടാത്തയോണിൻ്റെ അളവ് കുറയാനുള്ള ഒരു പ്രധാന കാരണമാണ്. മറ്റൊരു കാരണം അമിതമായിട്ടുള്ള മദ്യപാനമാണ്. നമുക്ക് ചിലരിൽ നോക്കിയാൽ അറിയാം, മദ്യപിക്കുന്നവരിൽ നോക്കിയാൽ അറിയാം, നെറ്റിത്തടങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഒരു കരിവാളിപ്പ് വീണിരിക്കുന്നത്. അത് ഈ ഗ്ലൂട്ടാത്തയോണിൻ്റെ അളവ് കുറഞ്ഞു വരുന്നതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. അത് നോർമൽ ലിവർ അല്ലാതെ ഗ്രേഡ് 2 ഫാറ്റി ലിവർ ഒക്കെ ഉള്ള, അത് കരൾ രോഗങ്ങൾ ഉള്ളവരിലും ഈ സ്കിൻ കരിവാളിച്ച് വരുന്നതിന് പ്രധാന കാരണം ഗ്ലൂട്ടാത്തയോണിൻ്റെ അളവ് ഉൽപ്പാദിപ്പിക്കുന്ന അളവ് കുറഞ്ഞു വരുന്നത് കൊണ്ടാണ്.